ബ്രദറെ, ഈ സിസ്റ്ററിന്റെ പേര് ഗിരിജ, ചണ്ണപ്പേട്ടയിൽ നിന്നാണ് വരുന്നത്. സിസ്റ്ററിന്റെ അനിയത്തിയുടെ മോളാണ് സാന്ദ്ര. ഇതാണ് സാന്ദ്ര. കഴിഞ്ഞ 3 ആഴ്ചക്ക് മുൻപേ ഇവിടെ വന്നപ്പോൾ ബ്രദർ മോളുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു വീട്ടിൽ ഒത്തിരി പ്രയാസങ്ങളുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ മോള് +2 കഴിഞ്ഞിട്ട് എന്തിനു പോകണമെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. എന്നാൽ ബ്രദർ പറഞ്ഞു മോൾക്ക് ദൈവം ഒരു വഴി തുറക്കും, എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറി അതിനു വേണ്ട വഴികൾ ദൈവം തുറന്നു തരുമെന്ന് പറഞ്ഞു. നിങ്ങളന്ന് എന്നെ കേട്ട ആരെങ്കിലും ഉണ്ടോ ഇവിടെ? അന്ന് ഉണ്ടായിരുന്ന ആളുകളൊന്ന് കരമുയർത്തിക്കേ. ഓക്കെ. അതിനുശേഷം മോള് പറയുന്നു, ഒരാഴ്ചയ്ക്ക് മുന്നേ മിഷൻ ഹോസ്പിറ്റലില് GNM-ന് ചേരുവാൻ ദൈവം അഡ്മിഷൻ എടുക്കുവാനായി ദൈവം സഹായിച്ചു. അതുപോലെ അതിനുവേണ്ട എല്ലാ സാമ്പത്തിക ക്രമീകരണങ്ങളും ഉണ്ടായി. അതുപോലെ മോള് പറയുന്നത് സ്കിന്നിൽ ഒരു അലർജി ഉണ്ടായിരുന്നു. ബ്രദർ മോളെ നോക്കിയിട്ട് പറഞ്ഞു, നിന്റെ സ്കിന്നിൽ ചെറുതായിട്ട് പൊങ്ങി വരുന്ന കുരുകുരുപ്പായിട്ട് വരുന്ന ഒരു സാഹചര്യമുണ്ട്, അത് നിന്റെ ലൈഫിൽ നിന്ന് ഇന്ന് മാറിപ്പോകുമെന്ന് പറഞ്ഞു. മോള് പറയുന്ന സ്കിന്നിൽ നിന്ന് അത് അന്ന് തന്നെ മാറിപ്പോയി. നിനക്ക് ഒരു തലവേദനയും അതോടൊപ്പം മൂക്കൊലിക്കുന്നതും മാറാത്തതുമായ ഒരു അലർജിയുണ്ട് ഇപ്പൊ. ഈ പുറമെ ഒന്നും കാണുന്നില്ല, പക്ഷെ ഈ ദേഹത്ത് കുരുക്കൾ വരുമോ നിനക്ക്? പക്ഷെ ഇതുവരെ മാറിയിട്ടില്ല. ഞാൻ ഇന്ന് മോളുടെ അടുക്ക വന്നത് മോളുടെ സ്കിന്നിൽ വരുന്നൊരു ഇഷ്യൂ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. അടുത്ത ഞായറാഴ്ച സാക്ഷ്യം പറയണം. നിന്റെ മുമ്പിൽ അടുത്തത് എന്ത് ചെയ്യണം എന്നൊരു സംശയത്തിലായിരിക്കുന്നേ. നിനക്ക് പഠിക്കാൻ പറ്റത്തില്ല എന്നൊരു ചിന്തയുണ്ട്, കാരണം അത്രത്തോളം ഫിനാൻഷ്യൽ ഇഷ്യൂ ഉണ്ട്. എന്നാൽ മോളെ, നിനക്ക് വേണ്ടി ചില വഴികളെ ദൈവം തുറക്കുക. നീ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നതേ അതും കൂടെ പഠിച്ചിട്ട് വീടിനെ സഹായിക്കാൻ എന്നെ ഉപയോഗിക്കണമെന്ന് നീ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ നിനക്ക് തോന്നുന്നത് അതൊരിക്കലും നടക്കത്തില്ല, എന്നോട് ദൈവം അതിനെ എനിക്ക് ആ കാര്യം സാധ്യമാവത്തില്ലെന്ന് പറഞ്ഞിരുന്ന കരയുന്നേ. നിനക്ക് എങ്ങനെയാ അത് സാധ്യമാവത്തില്ലെന്ന് മനസ്സിലായേ? നീ എന്ത് പ്രാർത്ഥിച്ചോ അതിന്റെ മേൽ ദൈവം ഒരു വലിയ പ്രവൃത്തി ചെയ്യാൻ പോവാ. നിങ്ങളെന്താ കൈയടിക്കാത്ത? ഞാൻ ഇന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ നീ 2 കാര്യം ചിന്തിച്ചു. പാസ്റ്റർ പ്രസംഗിച്ചു, പക്ഷേ ഡിസ്ക്വാളിഫൈ ചെയ്യാന്ന് പറഞ്ഞപ്പോ നീ പറഞ്ഞു, എനിക്ക് അങ്ങനെ തോന്നുന്നത് ശരിയായിട്ടില്ലേ, എനിക്ക് തോന്നി അത് പിശാച് പറയുന്നതാണെന്ന് പറഞ്ഞ എങ്ങനെ പറ്റും? എന്റെ സാഹചര്യം ഒരിക്കലും ഇനി മാറത്തില്ല, എനിക്ക് അവിടെ ചെല്ലാൻ ഒക്കത്തില്ല എന്ന് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ ചിന്തിച്ചു. അതുകൊണ്ടാണ് നിന്നോട് പറയുന്നത്, ആ കാര്യമല്ലോ നടക്കാൻ പോകുന്നത്, ബ്രദർ പറഞ്ഞ കാര്യമാണ് നടക്കാൻ പോകുന്നത്. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞേ. മോള് ചിന്തിച്ച കാര്യം എന്നോട് കർത്താവ് പറഞ്ഞിട്ട് അതല്ല ഇതാ നടക്കാൻ പോകുന്നെന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ഇനി ഇതിലും വിശ്വാസം വരുന്നില്ല. ഇതിന്റെ വലത്തെ കണ്ണിന് ഈ ഇടയായിട്ടൊരു മങ്ങലുണ്ട്. നീ വീട്ടിൽ പറഞ്ഞില്ല, അതിന്റെ കാരണം വീട്ടിൽ പറഞ്ഞ പൈസയില്ല, അമ്മയെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നിന്റെ കണ്ണിന്റെ വലത്തെ കണ്ണിന് നിനക്ക് മങ്ങലല്ല, ആദ്യം ഈ കണ്ണിലെ പീള വന്ന് അടഞ്ഞ എങ്ങനെയാണോ ഇരിക്കുക അതുപോലെ തോന്നി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നിനക്ക് ശരിക്കും മനസ്സിലായി, നീ വലത്തെ കണ്ണ് മറ്റേ കണ്ണ് അടച്ചു പിടിച്ച് വായിച്ചു നോക്കി, മങ്ങലുണ്ട്. നീ വായിച്ചു നോക്കിയത് ബൈബിളാ. എനിക്ക് ഇടത്തെ കണ്ണ് അടച്ചു പിടിച്ചിട്ട് ബൈബിൾ വായിച്ചിട്ട് എനിക്ക് കാണാനില്ല, ഇനി അമ്മോട് പറയുന്നില്ല, എല്ലാം കൂടെ ആവണ്ട എന്ന് നീ പറഞ്ഞിരിക്കുന്ന കാണാൻ ഒരു പെങ്കൊച്ചിനെ. നിങ്ങളെന്താ കൈയടിക്കാതിരിക്കുന്നത്? ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ പ്രതികരിക്കുകയും വാതുറക്കുകയും ഒക്കെ ചെയ്താൽ നിങ്ങളുടെ മേലും കൂടെ ആ വിടുതലുണ്ടാവുകയെ. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞേ. ഇതെന്തിനാ ഞാൻ പറയുന്നറിയോ? നിനക്കൊരു തെളിവ് തരുക, നിന്റെ കണ്ണിനെ യേശു സൗഖ്യമാക്കിക്കൊണ്ട് നിന്റെ ലൈഫിനെ ദൈവം അനുഗ്രഹിക്കുന്ന. ഇന്ന് വീട്ടിൽ നിന്ന് പ്രാർത്ഥനയ്ക്ക് വരാൻ നേരത്തെ പതിവില്ലാത്തതുകൊണ്ട് എനിക്കൊരു മടി വന്നു. സ്വയം തോന്നാൻ തുടങ്ങി, എനിക്ക് പനിക്കുന്നുണ്ടോ എന്ന്. എന്നിട്ട് പറഞ്ഞു വരണ്ട എന്നൊരു തീരുമാനത്തിൽ ഇരിക്കുമ്പോ എന്തായാലും ഈ ആഴ്ചയും കൂടെ പോകാം എന്ന് തോന്നി അങ്ങ് ചാടിയതാ, അല്ലെങ്കിൽ നീ വരത്തില്ലായിരുന്നു.
ഇത്രയും നന്നായിട്ട് നിന്നെ അറിയുന്ന ദൈവത്തിന് നിന്റെ ഭാവി അറിയത്തില്ലേ? നിങ്ങളെന്താ ആമീൻ പറയാത്തെ? ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. അടുത്തിരിക്കുന്നവരോട് പറ, നിന്നെ നന്നായി അറിയുന്നൊരു നല്ല ദൈവമുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞ്, നന്നായി അറിയുന്നൊരു നല്ല ദൈവമുണ്ട്. നിന്റെ കല്യാണം, അതിനെക്കുറിച്ച് ഇപ്പം നീ ചിന്തിക്കാറായിട്ടില്ല, പക്ഷേ ചെറിയ ഇടർച്ചയുണ്ട് അവിടെ. മോളെ കർത്താവിന് വേണം. ഓക്കെ, യേശുവിൻ്റെ നാമത്തിൽ ഇവളുടെ കണ്ണുകൾ സൗഖ്യമാവട്ടെ. അപ്പം ഇവൾക്ക് പനിയെന്ന് തോന്നിച്ചിട്ട് ഇന്നത്തെ ദിവസം ഇവളെ മുടക്കാൻ ശ്രമിച്ച കള്ളനെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. കർത്താവിന്റെ അത്ഭുത സൗഖ്യം മോളുടെ മേൽ ചലിക്കണം. Power of the Holy Spirit. അലർജി പറയാൻ കുറച്ച് നാണക്കേടായിരുന്നു, പക്ഷെ പൂർണ്ണമായിട്ട് മാറിപ്പോയി. അന്ന് തന്നെ മാറി. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. നമ്മുടെ കർത്താവ് എത്ര നല്ലതല്ലേ. ഞാൻ ചോദിക്കുന്നത്, നിനക്ക് കോളേജിൽ പോയി പഠിക്കാനോ അല്ലെങ്കിൽ എന്ത് പറഞ്ഞ ഈ നഴ്സിങ്ങിന് പോകാൻ പറ്റുമെന്നൊരു ചിന്തയുണ്ടായിരുന്നോ? ഒട്ടുമില്ലായിരുന്നു. പഠിക്കാൻ ഇനി പറ്റത്തില്ല, വീട്ടിലെ സാമ്പത്തികം കാരണം എന്ന് ചിന്തിച്ചിരുന്നോ? കർത്താവിനെ എത്ര നന്നായിട്ട് നമ്മളെ അറിയാതെ. നിങ്ങളെന്താ ഒന്ന് കൈയടിക്കാത്തെ? ഞാൻ ഈ മോളോട് ദൂത് പറഞ്ഞത് ഇന്നത്തെ പോലെ ഓർമ്മിക്കുക. എനിക്ക് എൻ്റെ മുമ്പിൽ ഞാൻ നോക്കുമ്പോൾ ഇവളുടെ മുമ്പിൽ വാതിലുകൾ തുറന്ന് ഇവൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് ഇവൾക്ക് പഠിക്കാനുള്ള വഴികൾ തുറക്കുന്ന എൻ്റെ കർത്താവ് കാണിച്ചു. എനിക്ക് തോന്നുന്നു ഞാൻ ഇവളോട് പറഞ്ഞിരുന്നൊരു ദൂത്, ഇവൾ അന്ന് കുറച്ച് പിന്മാറ്റത്തിലായിരുന്നു, ദൈവമായിട്ട് യാതൊരു ബന്ധവും ഇല്ലായിരുന്നു. അങ്ങനെയല്ലായിരുന്നു. ദൈവത്തോടൊരു ചെറിയ പിണക്കവും ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എന്തോ കാര്യം എന്നൊരു തോന്നലൊക്കെ ആയിരുന്നു അല്ലേ? എന്നാൽ അതിൽ നിന്ന് ആ ഒറ്റ ദിവസം കൊണ്ട് ഇവളെ തലതിരിച്ച് ദൈവം വെച്ച് കളഞ്ഞു. ഒരു നല്ല ദൈവത്തെ നമുക്ക് സേവിക്കാൻ കഴിഞ്ഞിരുന്ന കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഞാൻ ഇവളോട് ദൂത് പറയുന്നത് നമ്മുടെ യൂട്യൂബിലുണ്ട്, പോയട്ടെ. കർത്താവ് അതിനെ അനുഗ്രഹിക്കട്ടെ. ഇവളുടെ കൂടെ ഒരു കൊച്ചും കൂടെ ഉണ്ട്. അവൻ 4 ആഴ്ച ഇവിടെ ചർച്ചയിൽ വന്നു. അവനും ഒരു നല്ലൊരു ജോലിയായെന്ന് അമ്മ പറയുന്നത്. ആമേൻ. സന്തോഷത്തോടെ പറയാം. താങ്ക് യു.